എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ശ്ലോകം 33, 34, 35, 36 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അഘാസുരനെ ഭഗവാൻ വധിച്ചു. അവന്റെ കണ്ഠം പിളർന്നിട്ടാണ് ആ അസുരൻ കൊല്ലപ്പെട്ടത്. ആ കണ്ഠത്തിൽ കൂടെ തന്നെ ഭഗവാനും കുട്ടികളും പുറത്തു വന്നു. അത്ഭുതകരമായ വേറൊരു സംഭവം ഉണ്ടായി. അതാണ് പറയുന്നത്. ആ അഘാസുരന്റെ ആ പ്രാണൻ, ആ ജീവൻ, ആ ഒരു ജ്യോതിസായിട്ട്, വളരെ പ്രഭാപൂരമായിട്ടുള്ള ഒരു ജ്യോതിസായിട്ട് മേൽപോട്ട് പൊങ്ങി അതിതാ സാവധാനത്തിൽ ഭഗവാന് തന്നെ അങ്ങനെ ലയിക്കണത് എല്ലാവരും കണ്ടു. ദേവന്മാരൊക്കെ ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കി നിൽക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം മഹജ്യോതിസ്വധാംനാ ജ്വലയിദ്ദിശോ ദശ പ്രതീക്ഷ്യകേവസ്ഥിതമേശ നിർഗമം വിവേശ തസ്മിൻമിഷതാ ദിവൗകസ. ആ ഭഗവാന്റെ ശരീരത്തോടുള്ള ആ സംസർഗം സിദ്ധിച്ചതുകൊണ്ട് ആ മഹാഭാവിയായിട്ടുള്ള ആ അസുരന്റെ പാപം മുഴുവൻ അങ്ങോട്ട് നശിച്ചു. അതിഭയങ്കരനായിരിക്കുന്ന ആ ശരീരത്തോട് കൂടിയിട്ടുള്ള ആ സർപ്പത്തിന്റെ ശരീരത്തിൽ നിന്ന് വളരെ പ്രഭയുള്ള ഒരു തേജസ് അങ്ങോട്ട് പുറപ്പെട്ടു. മുകളിലേക്കാണ്ട് പൊങ്ങി. പിന്നെ കുറച്ചു നേരം അങ്ങനെ ആ തേജപുഞ്ചം അങ്ങനെ നിന്നു എന്നാ പറയുന്നത്. 8 ദിക്കുകളും മേൽഭാഗവും കീഴ്ഭാഗവും ഒരുപോലെ ഉജ്ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ തേജസ്. അപ്പൊ ഭഗവാൻ ആ സർപ്പത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് വന്നത് നോക്കി അത്ഭുത തപ്തരായിട്ട് നിൽക്കുകയാണ് അനേകം ദേവന്മാര്. ഇവരൊന്നും ഗണിക്കാതെ, കാര്യമായിട്ട് ഗണിക്കാതെ ആ തേജസ് പിന്നെ വന്നിട്ട് ഭഗവാനിൽ തന്നെ അങ്ങോട്ട് ലയിക്കുകയാണ്. മുകളിലേക്കാണ്ട് പൊങ്ങി പിന്നെ ചോട്ടിലേക്ക് വന്നിട്ട് ഭഗവാനിൽ തന്നെ ലയിക്കുന്നത് എല്ലാവരും ഇങ്ങനെ കണ്ടു. അതാണ് ഭഗവാൻ ആ സർപ്പത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആ സർപ്പത്തിന്റെ ദേഹത്ത് നിന്ന് ജീവൻ, അത് ആ സർപ്പത്തിന്റെ ജീവനാണ് തേജോരൂപനായിട്ട് ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയത്. ശരിക്ക് ജീവസ്വരൂപം ഒന്നും കാണില്ല, അതൊരിക്കലും കാണില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ ചെയ്തത്? തന്റെ ദിവ്യമായിട്ടുള്ള വൈഭവം ദേവന്മാർക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മാഹാത്മ്യം കൊണ്ട് ആ ജീവ തേജസ് അത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അത് എല്ലാവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ആ ജീവ തേജസ് ഇങ്ങനെ കാണപ്പെട്ടു എന്ന് പറയുന്നത്. അത്രയും മഹാത്മ്യം കാണിച്ചു ഭഗവാൻ ഈ സമയത്തോടെ. ആ ജീവൻ അഗ്നികണം മഹാഗ്നിയിൽ ചെന്നു ചേരുന്നത് പോലെ ആ തേജസ്സിന്റെ അംശഭൂതന്മാരായിരിക്കുന്ന ദേവസമൂഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു. ദേവന്മാര് മുഴുവൻ ഭഗവാന്റെ അംശങ്ങളാണ് അല്ലെ, പക്ഷെ അവരൊന്നും ഒന്നും കണക്കാക്കാതെ തേജസ് ഭഗവാനിൽ തന്നെ തേജോരൂപനായ ആരിലാണ് ലയിക്കേണ്ടത്? ആ തേജോരൂപനായ ശ്രീകൃഷ്ണനിൽ തന്നെ ലയിച്ചു. എല്ലാവരും അത്ഭുത സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടിട്ട് എന്തൊരു അത്ഭുതം! തതോ അതിഹൃഷ്ട സ്വകൃതോ കൃതാർഹണം പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനേ ഗീതൈ സുഗാ വാദ്യധരാശ്ച വാദ്യഗൈ സ്തവൈശ്ച വിപ്രാ ജയനിസ്വനേർഗണാഃ. അഘാസുരനെ ആ സംഹരിച്ചത് കണ്ടു നിൽക്കുന്ന ദേവന്മാര് അവര് ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ സംഹരിച്ചു ഭഗവാൻ. അത്ര സന്തോഷമായി അവർക്ക്. അങ്ങനെ ഭൂമിക്കും തങ്ങൾക്കും സന്തോഷം ജനിപ്പിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വളരെ സന്തോഷിച്ച് ആ പുഷ്പവൃഷ്ടി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവര് അവരുടെ ആനന്ദം പ്രകാശിപ്പിച്ചത്. പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാനെ പറ്റി ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ദേവസമൂഹത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരാണ് ഗന്ധർവന്മാര്. ആ ഗന്ധർവന്മാര് സുന്ദരമായിട്ട് മനോഹരമായിട്ട് സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടി, അപ്സരസ്സുകള് അതിനനുസരിച്ച് നൃത്തം ചെയ്തു, വാദ്യക്കാര് ദുന്ദുഭി മുതലായ വാദ്യങ്ങളൊക്കെ മുഴക്കി. നാരദാദി മഹർഷിമാരോ ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിന്നു. ഭക്തന്മാരായ ഗരുഡൻ മുതലായവര് ജയ 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 ജയഘോഷങ്ങൾ പുറപ്പെടുവിച്ച് അങ്ങനെ എല്ലാവരും ദേവലോകം മുഴുവനും ഭഗവാനെ പൂജിച്ചു. തദത്ഭുതസ്തോത്ര സുവാദ്യ ഗീതിക
ജയാദിനൈകോത്സവമംഗളസ്വനാൻ ശ്രുത്വാ സ്വധാംനോന്ത്യജ ആഗതോ അചിരാ ദൃഷ്ട്വാ മഹീശസ്യ ജഗാമവിസ്മയം. ദേവന്മാര് ചെയ്തതും അത്യന്തം അത്ഭുതവുമായ സ്തോത്രം, വാദ്യഘോഷം, പാട്ട്, ജയശബ്ദം മുതലായിട്ടുള്ള പല വിധത്തിലുള്ള ഉത്സവങ്ങളും സത്യലോകത്തിൽ വസിക്കുന്ന ബ്രഹ്മാവ് അടുത്ത് അങ്ങനെ ബ്രഹ്മാവ് ഇത് മുഴുവൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് എന്തൊരു അത്ഭുതം! അത് ഇവരെന്താ അങ്ങനെ വാദ്യഘോഷമൊക്കെ മുഴക്കി അത്ര സന്തോഷം അത്ര ദൂരം വ്യാപിക്കോ? എങ്ങനെയാ അത് ഈ സത്യലോകത്തിലെത്തിയത് എന്നൊന്നും വിചാരിക്കണ്ട. ഭഗവാന്റെ അവതാര മാഹാത്മ്യത്തെ തന്റെ ഭക്തന്മാരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർക്ക് ഒക്കെ കാണിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കാൻ ഇച്ഛിക്കുന്ന ഭഗവാന്റെ മായാശക്തി പ്രഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അവരെ കാണിച്ചു കൊടുത്തു. വാദ്യഘോഷം അങ്ങോട്ട് കേട്ടപ്പോ തന്നെ ബ്രഹ്മാവ് ആകാശത്തിൽ വന്നിങ്ങനെ നോക്കി. അപ്പൊ കണ്ടു ഈ അഘാസുരന്റെ നാശവും മോക്ഷപ്രാപ്തിയും ഗോക്കളെയും ഗോപന്മാരെയും രക്ഷിച്ചിരിക്കുന്ന ഇതൊക്കെ ബ്രഹ്മാവ് ഇങ്ങനെ കണ്ടു. ഭഗവൻ മഹിമ അത്യാശ്ചര്യം എന്ന് കരുതി വളരെ വിസ്മയിച്ചു. ബ്രഹ്മാവിനും കൂടി വളരെ വിസ്മയം തോന്നി. ആ തേജസ് ഇങ്ങനെ പൊങ്ങി വരണതും ഭഗവാനിൽ ലയിക്കണതും എല്ലാവരും ഇതെന്തൊരു അത്ഭുതം! അത് ഇത്ര പാപിയായിട്ടുള്ള അസുരന് ഇങ്ങനെ മോക്ഷം കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവര് വിചാരിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറയണു, രാജൻ ആജഗരം ചർമ്മ ശുഷ്കം വൃന്ദാവനേൽപുതം വ്രജോഗസാം ബഹുദിധം ബഭൂവാക്രീഡകവരം. അല്ലയോ രാജാവേ, ഇനിയും ഒരു അത്ഭുതം കേട്ടോളൂ. വളരെ വലുതും അതുകൊണ്ട് തന്നെ ആശ്ചര്യകരവുമായിട്ടുള്ള ആ പാമ്പിന്റെ തോല് വൃന്ദാവനത്തിൽ കിടന്നങ്ങോട്ട് ഉണങ്ങി വളരെ കാലം അവിടെ കിടന്നു ആ പാമ്പിന്റെ തോല്. അപ്പൊ വ്രജത്തിലുള്ള കുട്ടികൾ പലപ്പോഴും അതിനെ ഒളിച്ചു കളിക്കാനുള്ള ഒരു ഗുഹ എന്ന പോലെ അങ്ങനെ ഒളിച്ചു കളിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഉണങ്ങി അതുപോലെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതിഭയങ്കര ഒരു ഗുഹ പോലെ വായ വിളിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. കുട്ടികൾ അതിൽ രസമായിട്ട് കളിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.